DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28 ചൊവ്വ. ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്, മൊബൈൽ ഫോണുകളിലെ സിം കാർഡ് ദീർഘകാലം സജീവമാക്കി നിലനിർത്തുന്നതിന് ഇനി മുതൽ മാസം തോറുമുള്ള റീചാർജ് ആവശ്യമില്ല. പ്രീപെയ്ഡ് സിം കാർഡുകൾ നിഷ്ക്രിയമാക്കുന്നതിനെക്കുറിച്ചുള്ള നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. വളരെ കാലം സിം ഉപയോഗിക്കാതെയിരുന്നാലും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം കാർഡ് നിർജീവമാകാതെ ഇരിക്കുന്നത് ഉറപ്പാക്കുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് പുതിയ സംവിധാനം. ട്രായുടെ പുതിയ മാർഗനിർദ്ദേശം വന്നതോടെ ലക്ഷക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾക്ക് ഈ നീക്കം ആശ്വാസം നൽകുന്നതാണ്. അക്കൗണ്ടുകളിൽ 20 രൂപ മാത്രം മിനിമം ബാലൻസ് നിലനിർത്തിയാൽ ഉപയോക്താക്കൾക്ക് അവരുടെ സിം കാർഡുകൾ സജീവമായി നിലനിർത്താൻ കഴിയുമെന്ന് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. നേരത്തെ സിം കാർഡുകൾ സജീവമായി നിലനിർത്തുന്നതിന് ഉപയോക്താക്കൾ എല്ലാ മാസവും കുറഞ്ഞത് 199 രൂപ ഉപയോഗിച്ച് റീചാർജ് ചെയ്യണമായിരുന്നു. തുടർച്ചയായി 90 ദിവസത്തേക്ക് നിങ്ങളുടെ സിം കാർഡുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിർജീവമാക്കപ്പെടും. 90 ദിവസം ഉപയോഗിക്കാതെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപയിൽ കൂടുതൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് സ്വയമേവ കിഴിക്കുകയും സിം 30 ദിവസത്തേക്ക് കൂടി സജീവമായി തുടരുകയും ചെയ്യും. സിം കാർഡിലെ ബാലൻസ് 20 രൂപയിൽ താഴെയായാൽ നിങ്ങളുടെ സിം കാർഡ് നിർജീവമാക്കപ്പെടും. അതായത് അക്കൗണ്ടിൽ 20 രൂപയുടെ ബാലൻസ് ഇല്ലെങ്കിൽ സിം നിർജീവമാക്കപ്പെടുമെന്ന കാര്യം മനസ്സിലാക്കുക. 15 ദിവസത്തിനുള്ളിൽ 20 രൂപ റീചാർജ് ചെയ്താൽ സിം വീണ്ടും സജീവമാകും. പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ഈ പദ്ധതി ബാധകമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് മദ്യത്തിന്റെ കൂട്ടിയ വില പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്പിരിറ്റിന്റെ വില വർദ്ധിച്ചതിനാൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന മദ്യ വിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു തീരുമാനം. ഇതിനു പിന്നാലെ ശരാശരി 10% ഒരു കുപ്പിക്ക് വില വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ബെവ്കോയാണ് തീരുമാനമെടുത്തത്. ചില ബ്രാൻഡ് മദ്യത്തിന് മാത്രമാണ് വില വർധന. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. പുതുക്കിയ മദ്യവില വിവരപ്പട്ടിക ബെവ്കോ പുറത്തിറക്കിയിട്ടുണ്ട്. 1500 രൂപയ്ക്ക് മുകളിലുള്ള ബ്രാൻഡഡ് വിദേശ മദ്യത്തിന് 100 രൂപയ്ക്ക് മുകളിൽ വർധനവ് ഉണ്ടാകും. 62 കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിക്കുന്നത്. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 18 ഗഡുക്കളാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത്. അതായത് നാളിതുവരെ 18 ഗഡുക്കളിലൂടെ 36,000 രൂപ PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു. 19ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. 19ാം ഗഡുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് PM കിസാന്റെ 19ാം ഗഡുവിന്റെ വിതരണം ജനുവരി മാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും PFMS-ലുണ്ടായ പ്രശ്നം ഡിലേ ആകുകയാണ് ചെയ്തത്. അതിനാൽ ജനുവരി മാസത്തിൽ PM കിസാന്റെ 19ാം ഗഡു വിതരണം ഉണ്ടാകില്ല. ഫെബ്രുവരി മാസത്തിലാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവിന്റെ വിതരണത്തിനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലൊക്കെ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ എത്തുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ 3200 രൂപ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതിനോടകം അക്കൗണ്ടിൽ തുക ലഭിച്ചു കഴിഞ്ഞു. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഫെബ്രുവരി 3 വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. അതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി വിതരണം പൂർത്തിയായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷനർ ഐഡിയോ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയതെന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ശേഷം വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതാത് പഞ്ചായത്തുകളിൽ ജനുവരി 31-നകം ഹാജരാക്കണം. യഥാസമയം ഇത് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.